ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ, പതിയെ പറന്നെന്നരികിലെത്തും അഴകിൻ്റെ തൂവലാണു നീ എന്ന ഗാനം പോലെ 2026 നമ്മുടെ അരികിലേക്ക് പറന്നിറങ്ങുന്ന ഈ അർദ്ധരാത്രിയിൽ ഏവർക്കും ഹൃദയപൂർവ്വം ഈ പുതുവത്സരത്തിൻ്റെ പ്രാർത്ഥനാശംസകൾ ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു. ഒരു ഗ്രാമത്തിൽ ക്ലോക്ക് ടവർ ഉണ്ടായിരുന്നു. ആ ക്ലോക്ക് ടവർ കണ്ട് വളർന്ന ഒരു കുട്ടി വിചാരിച്ചു, ഈ ക്ലോക്ക് ടവറാണ് ആ ഗ്രാമത്തിൻ്റെ കാലത്തെ നിർണയിച്ചത്, സമയത്തെ നിർണയിച്ചത്. സമയമാപിനി നോക്കിയാണ് ആളുകളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവരുടെ ചലനങ്ങളെപ്പോലും ഈ ഘടികാരമാണ് നിശ്ചയിച്ചതെന്ന് അവൻ വിചാരിച്ചു. ഒരു ദിവസം ഘടികാരം നിലച്ചു. എന്നിട്ടും കാലം അതിൻ്റെ യാത്ര തുടരുന്നു. മനുഷ്യരവരുടെ പ്രവർത്തനങ്ങൾ തുടരുന്നു. എല്ലാം പഴയതുപോലെ തന്നെ തുടരുന്നു. അപ്പോൾ അവൻ മനസ്സിലാക്കി, ഘടികാരമല്ല മനുഷ്യനെ നിശ്ചയിക്കുന്നത്, കാലത്തെ നിശ്ചയിക്കുന്നത്, മറിച്ച് അതിൻ്റെ പിന്നിലുള്ള ആരോ ആണ്. ആ ആരോ അത് ദൈവമാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് ഈ പുതുവത്സരത്തിൻ്റെ ഈ സന്ദേശത്തിൻ്റെ പ്രസക്തി. കാലം കർത്താവിൻ്റെ കൂദാശയാണ്. കൂദാശ എന്നാൽ രക്ഷാകരമായ അടയാളം. ആ അടയാളം നാം കാണുന്നു എന്നാണ് പറയുന്നതെങ്കിലും കാണപ്പെടാത്ത ഈ അടയാളം, കാലമെന്ന അടയാളം, ആ കാലമെന്ന കൂദാശയുടെ ആ അടയാളത്തിലൂടെ അനുഭവമായാണ് നാം 2026 എന്ന പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നത്. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കാം. അത് കർത്താവിൻ്റെ കരുണയ്ക്കായി നമുക്ക് സമർപ്പിക്കാം. കാരണം കഴിഞ്ഞൊരു വർഷക്കാലം, പ്രത്യേകിച്ച് ഒരു ജൂബിലി വർഷക്കാലം, 2025 എന്ന പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന ആപ്തവാക്യവുമായി നാം നടന്ന വഴികൾ, തമ്പുരാൻ്റെ കൃപ നിറഞ്ഞ വഴികൾ, അവൻ തന്ന അനുഗ്രഹങ്ങളുടെ പെരുമഴയെക്കുറിച്ച് ഒന്ന് ഓർത്തു നോക്കാം. ഓരോ ദിനവും ഓരോ നിമിഷവും അവൻ നമ്മുടെ ജീവിതത്തിലേക്ക്, സഭയിലേക്ക്, സമൂഹത്തിലേക്ക് ഒക്കെയും തന്ന അനുഗ്രഹങ്ങളുടെ പെരുമഴ. പക്ഷെ അതൊക്കെ ഓർത്തെടുക്കുമ്പോൾ അതിനനുസരിച്ച് രക്ഷാകരമായി നമ്മുടെ ജീവിതത്തെ മാറ്റാൻ കഴിയാതെ പോയ അവസരങ്ങളുണ്ടല്ലോ, ചില റിഗ്രറ്റുകൾ. ദൈവമേ, ഖേദമുഖരിതമായ ഇത്തരം കാര്യങ്ങൾ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആത്മീയ ആചാര്യന്മാർ പറയും, കഴിഞ്ഞുപോയ കാലത്തെ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി സമർപ്പിക്കും. നമുക്കും കഴിഞ്ഞുപോയ കാലത്തെ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി സമർപ്പിക്കാം. കിട്ടിയ കൃപകൾക്കൊക്കെ ദൈവമേ നന്ദി. ചെയ്യാൻ കഴിയാതെ പോയ നന്മകളെ ഓർത്ത് തമ്പുരാനെ നിൻ്റെ കരുണ ഞങ്ങളിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കും. വർത്തമാനം അത് തമ്പുരാൻ്റെ കൃപയിലാണ്. കഴിഞ്ഞ വർഷം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും നമ്മളോടൊപ്പമില്ല. കാലത്തിൽ നിന്ന് അവർ അപ്രത്യക്ഷരായിരിക്കും. നാം കാലത്തിൽ തുടരുന്നു. ആ തുടർച്ചയിൽ ഈ വർത്തമാനത്തിൽ തമ്പുരാൻ തരുന്ന കൃപയിൽ ഏറ്റവും വലുത് അവൻ്റെ കരം പിടിച്ച് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. നമ്മുടെ യാത്ര പ്രത്യാശ നിർഭരമായ യാത്രയാണ്. ഷർദാൻ പറയുന്നൊരു വാചകമുണ്ടല്ലോ, വി ആർ മൂവിങ് ടുവേഡ്സ് നോട്ട് ടുവേഡ്സ് ഡാർക്ക്നെസ് ബട്ട് വി ആർ മൂവിങ് ടുവേഡ്സ് ഗ്രേറ്റർ ഫുൾനെസ് ഓഫ് ലൈറ്റ്. വലിയ ഒരു പ്രകാശ പൂർണിമയിലേക്കാണ് നാം നടക്കുന്നത്, കാലവും നടക്കുന്നത്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ കാലത്തെ നമുക്ക് തമ്പുരാൻ്റെ കരുണയ്ക്ക് വിട്ടുകൊണ്ട് ഈ കാലഘട്ടത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. അവൻ്റെ കരം പിടിച്ച് മുമ്പോട്ട് പോകാൻ, കൃപയുടെ ഒരു വർഷമായി, കൃപ നിറഞ്ഞ വർഷമായി മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഭാവിയിലേക്കുള്ള പ്രത്യാശപൂർവമായ നമ്മുടെ യാത്ര, ആ യാത്രയിൽ നാം ഓർത്തു വെക്കേണ്ടത്, കർത്താവ് നമുക്ക് തരുന്ന ഒരു അവസരം കൂടിയാണ് ഈ വർഷം. അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് സെക്കൻഡ് ചാൻസസ്. വീണ്ടും വീണ്ടും അവസരങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം. അതിൻ്റെ അടയാളമാണ് കാലം. നാം ഈ കാലത്തിൽ ജീവിക്കുന്നുവെങ്കിൽ അതിൻ്റെ അടയാളം നമുക്കൊരവസരം കൂടി തമ്പുരാൻ തരുന്നു. ഈ പ്രത്യാശ നിർഭരമായ ഭാവിയിലേക്കുള്ള പ്രയാണത്തിൽ ഓർത്തു വെക്കേണ്ടത്, അടുത്തൊരു തലമുറയ്ക്ക് പ്രത്യാശയുടെ എന്തു കാരണങ്ങളാണ് ഈ വർത്തമാനത്തിൽ നാം കൊടുക്കുന്നത്? അടുത്തൊരു തലമുറയ്ക്ക് പ്രത്യാശയുടെ എന്തു കാരണങ്ങളാണ് നാം ഈ വർത്തമാനത്തിൽ കാത്തുവെക്കുന്നത്? അതാണ് കാലം നമ്മെ ഓർമ്മിക്കാൻ ഒക്കെ ഇടയാക്കുന്നത്. പ്രത്യാശപൂർവം നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ പദ്ധതികൾ ഒക്കെയും തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കാരണം അവനാണ് കാലത്തിൻ്റെ ഉടമ, കാലത്തിൻ്റെ ഉടയവൻ. അവൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പൂർണ്ണിമയിലേക്കാണ് നാം യാത്ര ചെയ്യുന്നതെങ്കിൽ, ആ കർത്താവിൻ്റെ കൂദാശയാണ് കാലമെങ്കിൽ, നാം അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവനെ അനുഭവിച്ചുകൊണ്ടുള്ള യാത്രയായി അടുത്തൊരു വർഷക്കാലം കൃപയുടെ വർഷമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കർത്താവാണ് കാലത്തിൻ്റെ ഉടയവൻ.
ആ കാലത്തിൻ്റെ ഉടയവൻ്റെ കരം പിടിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണടച്ചേ, എല്ലാവരും ഒന്ന് കരമൊന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമുക്കിങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, കാലത്തിൻ്റെ ഉടയവനെ, കാലമെന്ന കൂദാശ ഞങ്ങൾക്ക് തരുന്നവനെ, ഞങ്ങളുടെ കഴിഞ്ഞ കാലത്തെ നിൻ്റെ കരുണയ്ക്കായി സമർപ്പിക്കുന്നു. കൃപയുടെ ഒരു കാലമായി ഞങ്ങളുടെ വർത്തമാനത്തെ മാറ്റണമേ. ഞങ്ങളുടെ ഭാവിയെ പ്രത്യാശ നിർഭരമായ പ്രകാശത്തിലൂടെ നീ നയിക്കണമേ. സങ്കീർത്തകൻ 31:15 പറയുന്നു, കർത്താവേ, എൻ്റെ കാലം നിൻ്റെ കരങ്ങളിലാണ്. കർത്താവേ, എൻ്റെ കാലം നിൻ്റെ കരങ്ങളിലാണ്. അങ്ങയുടെ കൂദാശയായ കാലത്തിലൂടെ നിന്നെ അനുഭവിച്ച് മുന്നേറുവാൻ ഈ പുതുവത്സരത്തിൽ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരത്തിൻ്റെ പ്രാർത്ഥനാശംസകൾ ഏറ്റവും സ്നേഹത്തോടു കൂടി നേരുന്നു.